ഗോവൻ വ്ളോഗിന്റെ പാർട്ട് 2 ആണ്. ഈ സ്ഥലത്തിനെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. അതുകൊണ്ട് കണ്ണൂരിത്തെ ഒരു ടീമിനെ കണ്ട പോലെ മഡ്ഗോവിന്ന് നേരെ ടീമിക്ക് വന്നാണ്. ഇവിടെ നിന്ന് മപ്സി പോകണം. ഇത് ഗോവയാണ് കേരളാണെന്ന് വരെ നമ്മൾ സംശയിച്ചു. ബസ്സിലാണ് ഈ മുടിഞ്ഞ തിരക്ക്. ഇതാണ് നമ്മൾ വന്ന പറക്കുന്നളി. മപ്സിലെത്തി നമ്മൾ ഒരു നാരങ്ങ ഷോട്ടാണ് കുടിച്ചു. അവിടുന്ന് വേറൊരു പറക്കുന്നളിയിൽ നമ്മൾ നേരെ അഞ്ജുന ബീച്ചിക്ക് വന്നു. ഇവിടുത്തെ സൂര്യനാണ് ഈ ചെറിയ പീഡനം എന്നല്ല. ഇനി നമുക്ക് ശരിക്കൊന്ന് വിശ്രമിച്ചാൽ മതി. അങ്ങനെ അവിടുന്ന് ഒരു തന്ത നമുക്ക് ഒരു റൂം കാട്ടി തന്നു. ഇവര് വിചാരിച്ച അഫ്ലു പെണ്ണാണ്. അതുകൊണ്ട് കപ്പിൾസിന്റെ റൂം തന്നിക്കണേ. കാര്യമായിട്ട് ഇവിടുത്തെ ബാത്റൂമാണ് നമുക്ക് കാണുന്നത്. ബാത്റൂം ആണ് സത്യം പറയാൻ നെട്ടി. ഇനി നമുക്ക് ക്ലോസറ്റ് അൺബോക്സ് ചെയ്തോ. അതും പക്ക ക്ലീൻ ആണ്. കുറച്ചേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഗോവൻ കാലാവസ്ഥയോട് യോജിച്ചു. ഇനി എനിക്കൊരു മദാമക്കുട്ടിനെ സെറ്റ് ആക്കണം. അപ്പുറത്തെ റൂമിൽ പോയപ്പോ ഇവിടെ ഫുള്ള് വിചിത്രമായ കാഴ്ച. ബീച്ചിൽ പോകാൻ വേണ്ടി ഈ തള്ളവിടെ ഇരുന്ന് മേക്കപ്പ് ഇടുന്നുണ്ട്. ഓല് മേക്കപ്പ് ഇടാൻ അത് തീരൂല. അതുകൊണ്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ഇവിടെ നല്ല ചെരുപ്പൊക്കെ ഉണ്ട്. ഇതാണ് തോന്നുന്നത് നമ്മൾ അഞ്ജുന ബീച്ച്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ സ്ഥലത്തിനെ കുറിച്ചൊന്നും അറിയില്ല. ഇനി നമ്മൾ ഗോവൻ ഫുഡ് ട്രൈ ചെയ്യാൻ പോകും. ആദ്യം നമ്മൾ ഗോവയിലത്തെ മാങ്ങ ട്രൈ ചെയ്യും. ഈ സാധനം വലിയ കുഴപ്പമില്ല, രസമുണ്ട്. ഇതാണ് ഗോവൻ പൈനാപ്പിൾ. എനിക്ക് മാങ്ങനെക്കാട്ടിലും കൂടുതൽ ഈ സാധനം ഇഷ്ടം. ഇതാണ് ഗോവൻ പട്ടി. ഇതിനെ കറക്കിച്ചിട്ട് ഇവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. പിന്നെ നമ്മൾ നേരെ പാവാട വാങ്ങാൻ വേണ്ടി ബല്ലുബായിന്റെ കടയിൽ. ഇതാണ് നമ്മൾ വാങ്ങിയ പാവാട പോലത്തെ പാന്റ്. കുറച്ച് തരുന്നില്ല. അങ്ങനെ നമ്മളെ ബല്ലുബായിന്റെ അടുത്ത് നമ്മള് 900 റുപ്യന്റെ സാധനം 700 റുപ്യക്ക് വാങ്ങി. ഈ കാണുന്ന ഷൊണ്ണ ലുക്ക് തന്നെ ഉള്ളൂ. കയ്യിൽ 5 പൈസ ഞങ്ങൾ എടുത്തില്ല. അങ്ങനെ റൂമിലെത്തിയാണ് നമ്മളെ പാവാട വലിച്ചു. അതുകൊണ്ട് മറ്റോലെ റൂം പോയപ്പോ നല്ല റിയാക്ഷൻ നമുക്ക് കിട്ടിയത്. ഇനി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ നേരെ ബീച്ചിൽ വന്ന്. ഈ ലോകം എന്തൊരു മനോഹരമാണ്. വേറൊരു മച്ചാൻ അവിടെ നല്ല മീൻ പിടുത്തത്തിൽ. അതിന്റെ അടുക്കാണ് ചെറിയൊരു സൈഡ് വലിവ്. സംഭവത്ത് അന്തൊക്കെ മീൻ കിട്ടിയിരിക്കണം. അങ്ങനെ ആ പാറമ്മ നീ പാറമ്മക്ക് വന്നു. ഞാൻ ബാക്കിൽ നിന്ന് നല്ല പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണ്ടേ. മച്ചാനെ കിട്ടോ. ഇന്ന് രാത്രി നിർത്തി പൊളിച്ചുള്ള സാധനം തന്നെ കിട്ടി. ഈ പ്രയാണം നമ്മൾ വിജയിച്ചിരിക്കുന്നു. ഒരു രാത്രി അപ്പൊ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അവിടുത്തെ ബംഗാളി പാട്ട് മാറ്റിയാണ് നമ്മൾ നേരെ മലയാള പാട്ടാണ്. ബിരിയാണിക്ക് ഓർഡർ ചെയ്തിട്ട് എപ്പോഴാ വന്നേന്ന് അറിയാം. ഇതാണ് ഗോവൻ ബിരിയാണി. കണ്ടിട്ട് രസമുണ്ട്. നമുക്ക് ഇനി തിന്നിട്ട് രസം കഴിച്ചോക്കാം. കണ്ടോ അടിപൊളി. ഇനി പക്ഷേ കൊണ്ടപ്പോ മനസ്സിലായി. ഒരു ബിരിയാണിക്ക് 350 റുപ്യാണ് വില. അതും നല്ല മൂഞ്ചി ബിരിയാണി. അപ്പൊ ശരി, ഫോളോ ചെയ്ത് അടുത്ത ഗോവൻ പാർട്ട് കാണാം.